പ്രണയമണി തൂവൽ ഭാഗം 24. മുറിയിലിരുന്ന് എന്തോ ആലോചനയിലായിരുന്നു മോഹനൻ. അപ്പോൾ ഹരി അവിടേക്ക് വന്നു. അച്ഛാ. അയാളുടെ വിളിയുടെ മോഹനൻ മുഖമുയർത്തി നോക്കി. ആ ഹരി വാ, അയാൾ പറഞ്ഞു. ഹരി അകത്തേക്ക് വന്നു. അച്ഛൻ വിളിച്ചെന്ന് പറഞ്ഞു. ആ, തന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് വിളിച്ചത്. ഇരിക്ക്. ഹരി മോഹനന് അഭിമുഖമായിരുന്നു. അയാൾ ഗൗരവത്തോടെ ഹരിയെ നോക്കി. എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, മനക്കുട്ടൻ്റെ കാര്യം തന്നെയാണ്. സത്യം അറിയാതെ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതൊന്നും ഇന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആ തെറ്റ് തിരുത്തണം. പ്രിയയും മനുവും ഡിവോഴ്സിന് കൊടുത്ത സ്ഥിതിക്ക് ഇനി കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കണ്ട. അവൻ ആവശ്യപ്പെട്ടതുപോലെ നീലിമയും അവനും തമ്മിലുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണം. അത് കേട്ടതും അയാൾക്ക് സന്തോഷമായി. ഇക്കാര്യം അച്ഛനോട് സംസാരിക്കാനിരിക്കുകയായിരുന്നു ഞാൻ. കുറച്ച് ദിവസം മുമ്പ് രാമകൃഷ്ണനെ ഞാൻ കണ്ടിരുന്നു. സത്യങ്ങളെല്ലാം അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ നമ്മളോട് വിരോധമൊന്നുമില്ല. ഏതായാലും നമുക്ക് അയാളെ വിളിച്ച് ഒന്ന് സംസാരിക്കാം. എന്താ? ശരി അച്ഛാ, അയാൾ സന്തോഷത്തോടെ പറഞ്ഞു. കാലത്ത് പത്രം വായിക്കുകയായിരുന്നു രാമകൃഷ്ണൻ. അപ്പോഴാണ് ഫോൺ അടിച്ചത്. അയാൾ അത് എടുത്തു നോക്കി. ഹരിശങ്കറിൻ്റെ പേര് കണ്ട് അയാൾ ഗൂഢമായി ഒന്ന് ചിരിച്ചു. അപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ വിളി വന്നു. ആ സമയം നീലിമ ചായയുമായി അവിടേക്ക് വന്നു. ആരാ അച്ഛാ? ചായ അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൾ ചോദിച്ചു. നമ്മൾ പ്രതീക്ഷിച്ച കോള് തന്നെ. ഹരിയാണ് വിളിക്കുന്നത്. അത് കേട്ടതും അവളുടെ മുഖം വിടർന്നു. ആഹാ, എന്നിട്ട് അച്ഛൻ എന്താ എടുക്കാത്തത്? എടുത്ത് സംസാരിക്കേ, അവൾ പറഞ്ഞു. കുറച്ചടിക്കട്ടെ എന്ന് കരുതി. ഇനി എടുക്കാം. അയാൾ കോൾ എടുത്തു. ഹലോ. ഹലോ രാമകൃഷ്ണ, ഇത് ഞാനാണ്, ഹരിശങ്കർ. മനസ്സിലായി. എന്താ ഇപ്പോൾ വിളിച്ചത്? അയാൾ ഗൗരവത്തോടെ ചോദിച്ചു. അത് പിന്നെ ഒരു കാര്യം, ഞാനന്ന് പറഞ്ഞിരുന്നില്ലേ, അഭിയുടെയും പ്രിയയുടെയും കാര്യം. സത്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞതോടെ ഈ ബന്ധം തുടരേണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അവർ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മ്യൂച്വൽ ഡിവോഴ്സ് ആയാൽ എളുപ്പം കിട്ടുമെന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞത്. ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്നെ വിളിച്ച് ഇതൊക്കെ പറയുന്നത് എന്തിനാ? അത് തനിക്ക് അറിയില്ലേ? നീലിമയുടെ മനസ്സിൽ ഇപ്പോഴും അഭിയേ ഉള്ളൂ. അതുപോലെ അവൻ്റെ മനസ്സിലും. അന്ന് തെറ്റിദ്ധാരണ കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അത് തിരുത്താൻ ഒരവസരം തന്നെ എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. എന്ന് വെച്ചാൽ? അയാൾ മനസ്സിലാകാത്തതുപോലെ ചോദിച്ചു. അത് മുടങ്ങിപ്പോയ അഭിയുടെയും നീലിമയുടെയും വിവാഹം നടത്താൻ തനിക്ക് സമ്മതമാണ് എന്ന് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. ഓ, അപ്പോൾ എല്ലാം ബോധ്യമായപ്പോൾ എൻ്റെ മോള് വേണ്ടി വന്നു നിങ്ങൾക്ക് അല്ലേ? അന്ന് ഞങ്ങൾ ഈ വിവാഹം നടത്തരുതെന്ന് പറഞ്ഞതല്ലേ. പക്ഷേ നിങ്ങൾക്ക് പ്രിയ പറയുന്നതായിരുന്നു വിശ്വാസം. അത് സത്യമല്ലെന്ന് അറിഞ്ഞിട്ട് കൂടി. രാമകൃഷ്ണ പറഞ്ഞല്ലോ, അപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയേ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അതെല്ലാം വിട്, കഴിഞ്ഞത് കഴിഞ്ഞു. നിന്റെ തീരുമാനം എന്താണെന്ന് അറിയണം ഞാൻ പറഞ്ഞത്. അങ്ങനെ എടുത്തുചാടി തീരുമാനം പറയാൻ കഴിയുന്ന ഒരു വിഷയമല്ലല്ലോ ഇത്. ഒരിക്കൽ കബളിപ്പിക്കപ്പെട്ടതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ആലോചിക്കണം. ഞാൻ വിളിക്കാം, അയാൾ ഗൗരവത്തോടെ പറഞ്ഞു. ശരി, അങ്ങനെ ആയിക്കോട്ടെ, ഹരി പറഞ്ഞു. രാമകൃഷ്ണൻ കോൾ കട്ട് ചെയ്തു. അച്ഛൻ എന്തിനാ ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞത്? അപ്പോൾ തന്നെ യെസ് പറയരുതോ? നീലിമ പരിഭവത്തോട് ചോദിച്ചു. എടി, അങ്ങനെ കേട്ട ഉടനെ സമ്മതം പറഞ്ഞാലേ നമുക്കൊരു വിലയുണ്ടാവില്ല. എന്ന് മാത്രമല്ല, നമ്മൾ അവസരം നോക്കി ഇരിക്കുകയായിരുന്നു എന്ന് അവർക്ക് സംശയം തോന്നിയല്ലോ. അതാ ആലോചിച്ചിട്ട് പറയുമെന്ന് പറഞ്ഞത്. ഏതായാലും രാത്രി അവനെ വിളിക്കാം, എന്നിട്ട് സമ്മതം പറയാം. പക്ഷേ ഒപ്പം തന്നെ ചില നിബന്ധനകൾ കൂടി വയ്ക്കണം. അവൾ മനസ്സിലാവാതെ അയാളെ നോക്കി. ഇനി അവസരം നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് തന്നെ എല്ലാം നന്നായി പ്ലാൻ ചെയ്ത് വേണം കരുക്കൾ നീക്കാൻ, അയാൾ പറഞ്ഞു. പുഴക്കരയിലിരുന്ന് അഭി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ദീപക് കേട്ടിരുന്നു. അവൻ വിശ്വാസം വരാതെ അന്തം വിട്ട് അവനെ നോക്കി. നീ ഈ പറഞ്ഞതൊക്കെ സത്യമാണോടാ? അമ്മയ്ക്കുമ്പോഴേക്കും ഇങ്ങനൊരു കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല.
നീലിമയ്ക്ക് എന്ത് സ്നേഹമായിരുന്നു നിന്നോട്? അതൊക്കെ അവളുടെ അഭിനയമായിരുന്നോ? എന്നാൽ അവൾക്കൊരു അവാർഡ് കൊടുക്കുക തന്നെ വേണം. ഈ സമയം പ്രിയ അവിടേക്ക് വന്നു. നീ എന്താ ഇവിടെ? അവളെ കണ്ടതും അഭി ചോദിച്ചു. ഒന്നുമില്ല, നിങ്ങളിങ്ങോട്ട് പോരുന്നത് ഞാൻ കണ്ടിരുന്നു. തയ്ക്കാൻ കൊടുത്ത തുണികൾ വാങ്ങണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ചാടിയതാ ഞാൻ. അതേതായാലും നന്നായി. എന്നാലും പ്രിയ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീലിമയും രാമകൃഷ്ണനെങ്കിലും എന്ത് സ്നേഹത്തോടെയാണ് ഇവിടെയോട്ടൊക്കെ പെരുമാറുന്നത്. അതൊക്കെ കള്ളമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ദീപക് ചോദിച്ചു. സത്യത്തിൽ ഇതൊന്നും ഇപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് സ്നേഹത്തിലായിരുന്നല്ലോ ഹരിയങ്ങളും രാമകൃഷ്ണനെങ്കിലും. ഏതായാലും ഇതിന് പിന്നിലെ രഹസ്യം നമ്മൾ കണ്ടെത്തണം. ഹരിയങ്കളിനോടും കുടുംബത്തോടും അയാൾക്ക് ഇത്രയ്ക്ക് ശത്രുത തോന്നാൻ കാരണം എന്താണെന്ന് അറിയണം. എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തണം. ഒരിക്കൽ പാളിപ്പോയത് കൊണ്ട് തന്നെ അവർ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. അവസ്ഥനം നഷ്ടമാകാതിരിക്കാൻ അവർ എല്ലാം പെട്ടെന്ന് തന്നെ നടത്താൻ പ്ലാൻ ചെയ്യും. എൻ്റെ ഊഹം വെച്ച് പറയുകയാണെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ വിവാഹം നടത്തണം എന്നായിരിക്കും അവരുടെ ഡിമാൻഡ്. അതിനു മുമ്പ് സത്യം കണ്ടെത്തണം, അവൻ പറഞ്ഞു. അത് കേട്ടത് പ്രിയ ഒന്ന് പകച്ചു. പക്ഷേ എവിടെ നിന്ന് തുടങ്ങും? അതിനിത്ര ആലോചിക്കാൻ എന്നിരിക്കുന്നു. അവരുടെ രണ്ടാളുടെയും പൂർവ്വകാലം വെച്ച് തുടങ്ങണം. അവരെവിടെ നിന്ന് വന്നു, നമ്മൾ അറിയുന്നതിന് മുമ്പുള്ള അവരുടെ പാസ്റ്റ് എന്താണ് എന്നൊക്കെ അറിയണം, പ്രിയ പറഞ്ഞു. എടാ, നിങ്ങളോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലേ അയാൾ? ദീപക് ചോദിച്ചു. അതിനെക്കുറിച്ചൊന്നും അയാൾ കൂടുതൽ ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നും ഇല്ലടാ. അയാളുടെ ഭാര്യ ഒരു അനാഥയായിരുന്നു. അവർ 2ാമത് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ചുപോയി എന്നേ അയാൾ പറഞ്ഞുള്ളൂ. പിന്നെ ഫാമിലി ഡീറ്റെയിൽസൊക്കെ ചോദിക്കുമ്പോൾ അയാൾ വല്ലാതെ ഇമോഷണൽ ആവും. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാറില്ല, അഭി പറഞ്ഞു. പ്രിയ എന്തോ ആലോചിച്ചു. മനുവേട്ടാ, ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഓണം വെക്കേഷനല്ലേ അയാൾ ആദ്യമായിട്ട് ഇവിടേക്ക് വന്നത്. അന്ന് അച്ഛൻ്റെ കൂടെ അയാൾ വീട്ടിലേക്ക് വന്നിരുന്നു. അവിടെ ഇരുന്ന് അച്ഛനോട് കുറേ സമയം അയാൾ സംസാരിച്ചിരുന്നു. അന്ന് അയാൾ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അച്ഛൻ മുമ്പ് പാലക്കാട്ട് ഒരു ഉൾനാട്ടിൽ കുറച്ചു കാലം ജോലി ചെയ്തിരുന്നില്ലേ, അതായിരുന്നു അയാളുടെ നാട്. പറയത്തക്ക ബന്ധുക്കളൊന്നും അയാൾക്ക് ഉണ്ടായിരുന്നില്ല. അമ്മയും ഒരു അമ്മാവനും ആയിരുന്നു ആകെ കൂടി ഉണ്ടായിരുന്നത്. അമ്മയ്ക്കും അമ്മാവൻ്റെ മകളെ കൊണ്ട് ഇയാളെ കെട്ടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇയാൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു അനാഥാലയത്തിലുണ്ടായിരുന്ന പെൺകുട്ടിയായിട്ട് അയാൾ പ്രണയത്തിലായിരുന്നു. വീട്ടുകാർ ശക്തിയായി എതിർത്തെങ്കിലും അയാൾ ആ പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചു. അതിൻ്റെ പേരിൽ അമ്മയും വഴക്കിട്ടു. രണ്ടാളും കുറച്ചു കാലം വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. പിന്നെ ദീലിമ ജനിച്ചതോടെ പിണക്കൊക്കെ മാറി അമ്മ വന്ന് അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 2ാമത് പ്രഗ്നൻ്റ് ആയപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ അമ്മയും ഭാര്യയും മരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കൊച്ചിയിലേക്ക് വന്നത്. ഇതൊക്കെ അന്ന് അയാൾ അച്ഛനോട് അയാൾ പറയുന്നത് കേട്ടതാ. എത്രത്തോളം വാസ്തവമുണ്ടെന്ന് ആർക്കറിയാം, പ്രിയ പറഞ്ഞു. അത് കേട്ടതും ഇരുവരുടെയും മുഖം വിടർന്നു. ഇത് തന്നെ ധാരാളല്ലേടി. ഏതായാലും ഒരു ദിവസം നമുക്ക് പാലക്കാട്ടേക്ക് പോകണം. അയാളുടെ പഴയൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ കൈ കരുതിക്കോ. അത് വെച്ച് അയാളുടെ ബന്ധുക്കളെ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ എന്ന് നോക്കാം, ദീപക് പറഞ്ഞു. അത് തന്നെയാണ് ഐഡിയ, അഭിയും പറഞ്ഞു. രാത്രി അത്താഴം കഴിച്ച് ഹരി മുറിയിലേക്ക് വന്നു. അയാൾ ക്ലോക്കിലേക്ക് നോക്കി. മണി 10 കഴിഞ്ഞല്ലോ. രാമകൃഷ്ണൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ. ഇനി അവനിതിൽ എന്തെങ്കിലും എതിർപ്പ് കാണുമോ? അയാൾ മനസ്സിലോർത്തു. അപ്പോൾ അയാളുടെ ഫോൺ അടിച്ചു. അയാൾ എടുത്തു നോക്കി. രാമകൃഷ്ണൻ്റെ പേര് കണ്ടതും അയാൾ ആവേശത്തോടെ കോൾ എടുത്തു. ഹലോ രാമകൃഷ്ണ, ഞാൻ തൻ്റെ കോൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞാൻ നന്നായി ആലോചിച്ചു. നീലിമ അഭിയല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ല എന്നാണ് പറയുന്നത്. എനിക്ക് അവളുടെ സന്തോഷമാണ് വലുത്. അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഹരിയുടെ നെറ്റ് ചുളിഞ്ഞു. എന്ത് കണ്ടീഷൻ? ഒരിക്കലും ഒരു ചതിവ് പറ്റിയതാണ്. അന്ന് അതിൻ്റെ പേരിൽ എൻ്റെ മകൾ ഒരുപാട് വിഷമിച്ചു. ഇനിയും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഡിവോഴ്സ് കഴിയാനൊന്നും ഞങ്ങൾക്ക് സമയമില്ല. ഇവരുടെ വിവാഹം 2 ആഴ്ചക്കുള്ളിൽ നടത്തണം. സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഉടനെ തന്നെ നാട്ടിലേക്ക് വരാം. അധികം ആർഭാടമൊന്നും വേണ്ട. പണ്ട് പറഞ്ഞുറപ്പിച്ചതുപോലെ തറവാട് ക്ഷേത്രത്തിൽ വെച്ച് ഇവരുടെ വിവാഹം നടത്താം. എന്താ? അത് കേട്ടതും ഹരി ഒന്ന് കുഴങ്ങി.
അത് അതിപ്പോൾ പെട്ടെന്നിങ്ങനെ പറഞ്ഞാൽ ഞാൻ എല്ലാവരോടൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് പറയാം. ശരി. രാമകൃഷ്ണൻ കോൾ കട്ട് ചെയ്ത് നീലിമയെ നോക്കി. ഈ ഡിമാൻഡ് അവർ അംഗീകരിക്കും അച്ഛാ? അവൾ സംശയത്തോട് ചോദിച്ചു. ഉറപ്പായി അംഗീകരിക്കും. നീ നോക്കിക്കോ, നമുക്ക് പാഴാക്കാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് ലക്ഷ്യം പൂർത്തിയാക്കണം. എന്നിട്ട് നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തരണം. അയാൾ മകളുടെ കൈ പിടിച്ചു. മോൾക്ക് അച്ഛനോട് ദേഷ്യമുണ്ടോ? മോളുടെ ജീവിതം വെച്ചാ ഈ കളിയൊക്കെ കളിക്കുന്നത്. അതുമൂലം മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടാതെ പോയാൽ എന്താ ചെയ്ത്? നമ്മൾ രണ്ടാളും കൂടി മുൻപേ എടുത്ത തീരുമാനമല്ലേ ഇത്? വിവാഹം കഴിഞ്ഞാലും അഭിയെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം. അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. ഇപ്പം നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് മാത്രം ഓർത്താൽ മതി, അവൾ പറഞ്ഞു. അയാളൊന്ന് പുഞ്ചിരിച്ചു. രാത്രിയിൽ അത്താഴത്തിന് ശേഷം എല്ലാവരും ഹാൾ മുറിയിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഹരി അവിടേക്ക് വന്നു. അച്ഛാ, രാമകൃഷ്ണൻ വിളിച്ചിരുന്നു. എല്ലാവരും ആകാംക്ഷയോടെ അയാളെ നോക്കി. അയാൾക്ക് വിവാഹത്തിന് സമ്മതമാണ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷൻ? അത് വിവാഹം 2 ആഴ്ചക്കുള്ളിൽ നടത്താനെന്നാണ് രാമകൃഷ്ണൻ പറയുന്നത്. എല്ലാവരും അമ്പരപ്പോടെ നിന്നു. പ്രിയയും ദീപവും അഭിയെ നോക്കി. അവനൊന്ന് ചിരിച്ചു. 2 ആഴ്ചക്കുള്ളിലോ? അതെങ്ങനെ നടക്കും? ഇവരുടെ ഡിവോഴ്സ് കഴിയാതെ എങ്ങനെയാ? രവി ചോദിച്ചു. അതിന് പ്രശ്നമൊന്നുമില്ല. ഡിവോഴ്സിന് ശേഷം ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്താൽ മതി. മുൻപ് തീരുമാനിച്ചതുപോലെ അമ്പലത്തിൽ വെച്ച് വിവാഹം നടത്താമെന്നാണ് രാമകൃഷ്ണൻ പറഞ്ഞത്. എല്ലാവരോടും ആലോചിച്ചിട്ട് വിളിക്കുക എന്ന് പറഞ്ഞു. എന്താ ഞാൻ പറയേണ്ടത്? മോഹനൻ ഗൗരവത്തോടെ ആലോചിച്ചു. അതിന് പ്രശ്നമൊന്നുമില്ല. അഭിയുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. എല്ലാവരും അഭിയെ നോക്കി. എനിക്ക് സമ്മതമാണ്, അവൻ പറഞ്ഞു. അത് കേട്ടതും പ്രിയയ്ക്ക് നെഞ്ചിനകത്ത് മുള്ളുകൊണ്ടതുപോലെ ഒരു വേദന തോന്നി. അവൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. അഭി അത് നോക്കി. അത് കണ്ട് അവൻ്റെ ഉള്ളൊന്ന് നേറി. എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി. ദീപക് അഭിയുടെ അരികിലേക്ക് ചെന്നു. പാവം, നീ പറഞ്ഞത് കേട്ട് അവൾക്ക് വിഷമമായെന്ന് തോന്നുന്നു. അവൻ മുഖം തിരിച്ച് ദീപുവിനെ നോക്കി. അവളുടെ വിഷമം മാറ്റണമൊക്കെ എനിക്കറിയാം കേട്ടോ. അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൻ മുകളിലേക്ക് നടന്നു. ജനാലക്കരികിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു പ്രിയ. എന്തുകൊണ്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്ന് ആരോ പിന്നിലൂടെ വന്ന് അവളുടെ അഴക്കെട്ടിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ചു. അവൾ ഞെട്ടിലൂടെ തിരിഞ്ഞു നോക്കി. മനുവേട്ടാ, അവൾ വിളിച്ചു. എന്താ എൻ്റെ പെണ്ണിനൊരു സങ്കടം? അവൻ ചോദിച്ചു. അവൾ കണ്ണുകൾ തുടച്ചു. ഏയ്, ഒന്നുമില്ല. അല്ല, എന്തുകൊണ്ട്? ഞാൻ വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞത് കേട്ടിട്ടാണോ? അത് ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞതല്ലെന്ന് നിനക്കറിയില്ലേ? അവൻ ചോദിച്ചു. അറിയാം, പക്ഷേ അങ്ങനെ കേട്ടപ്പോൾ പെട്ടെന്ന് എന്തോ സങ്കടം തോന്നി. അയ്യേ, ഇത്രയുള്ള എൻ്റെ കാന്താരിപ്പിന് സത്യങ്ങൾ തെളിയിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനൊരു നാടകം കളിക്കേണ്ടി വന്നത്? നിനക്ക് വിഷമമാണെങ്കിൽ നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്താം. വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ പറഞ്ഞു. ആണല്ലോ? അവൾ മൂളി. എന്നാ എനിക്കുള്ള സമ്മാനം തന്നാ ഞാനങ്ങ് പോയേക്കാം, അവൻ പറഞ്ഞു. അവൾ മനസ്സിലാവാതെ അവനെ നോക്കി. സമ്മാനോ? എന്ത്? അത് അവൻ ചുണ്ടിൽ തൊട്ടതും അവൾ കണ്ണുമിഴിച്ച് അവനെ നോക്കി. അയ്യടാ, മോനങ്ങ് പോയേ. ആരെങ്കിലും കണ്ടാലേ നാടകം കളിക്ക് ഇതോടെ അവസാനിക്കും, അവൾ പറഞ്ഞ് കട്ടിലിനരികിലേക്ക് ചെന്നതും അവൻ വന്ന് അവളുടെ ഇരു തോളിലും പിടിച്ച് കട്ടിലിലേക്ക് ഇട്ടു. അവളൊന്ന് ഞെട്ടി. മനുവേട്ടാ, എന്തീ കാണിക്കുന്നേ? അവൻ അവളുടെ ഇരുവശത്തും കൈകളൂന്നി അവളെ നോക്കി. നീ തന്നില്ലെങ്കിൽ വേണ്ട, ഞാനെടുത്തോളാം, അതും പറഞ്ഞ് അവൻ അവളുടെ ചുണ്ടുകൾ അമർത്തി. പിന്നെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവളെ തൻ്റെ ഉടലോട് ചേർത്തു. അവൾ കണ്ണുകളടച്ച് അവനെ ചുറ്റിപ്പിടിച്ചു. ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ഗീതു അവിടേക്ക് വന്നതും രണ്ടാളും ചാടി എഴുന്നേറ്റു. ഈശ്വര, ദേ ഗീതു വരുന്നു, എന്താ ഇപ്പോൾ ചെയ്യുക? അവൾ നിങ്ങളിപ്പോൾ കണ്ട അതോടെ തീരുന്നു, അതോടെ പൊളിയുമല്ല. ഇരുവരും പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. തൽക്കാലം ഞാൻ ഈ കട്ടിലിൻ്റെ അടിയിൽ ഒളിക്കുക. നീ എന്തെങ്കിലും പറഞ്ഞ് അവളെ വേഗം ഇവിടുന്ന് പറഞ്ഞയക്ക്,
അതും പറഞ്ഞ് അഭി കട്ടിലിനടിയിൽ കയറി ഒളിച്ചു. പ്രിയ പരിഭ്രമത്തോടെ അവിടെ നിൽക്കവേ ഗീത ഓടിക്ക് വന്നു. അവളെ കണ്ടതും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പ്രിയ അവളെ നോക്കി ചിരിച്ചു. ആ ഗീതു, നീ നീ ഉറങ്ങാറായില്ലേ? ഇല്ല ചേച്ചി, എനിക്ക് ഒരൊലക്ക വേണം, അവൾ അല്പം ദേഷ്യത്തോട് പറഞ്ഞു. പ്രിയ വായും പൊളിച്ച് അവളെ നോക്കി. ഒലക്കയോ? ഈ രാത്രി എന്തിനാ നിനക്ക് ഒലക്ക? ചേച്ചിയുടെ കിട്ടിയോൻ്റെ തലക്കിട്ടൊന്ന് കൊടുക്കാൻ. എന്നാലെങ്കിലും അതൊന്ന് നേരെയാക്കുമോ എന്ന് നോക്കാലോ. രണ്ടാളും ഒരുപോലെ ഞെട്ടി. അഭി അറിയാതെ തൻ്റെ തലയിൽ പിടിച്ചു നോക്കി. മോളെ, നീ എന്തൊക്കെയാ പറയുന്നേ? പറയുന്നത് പിന്നെ കേട്ടില്ലേ മനുവേട്ടൻ പറഞ്ഞത്? ആ രാക്ഷസി കിട്ടാൻ സമ്മതമാണ് പോലും. മനുവേട്ടൻ എന്തിനാ ചേച്ചി വേണ്ടെന്ന് പറഞ്ഞത്? അവൾ ദേഷ്യത്തോട് ചോദിച്ചു. അത് മോളെ, തെറ്റ് ചെയ്തത് ഞാനല്ലേ. എന്ത് തെറ്റ്? ഇഷ്ടമുള്ള ആളെ സ്വന്തമാക്കാൻ കള്ളം പറയുന്നത് ഒരു തെറ്റാണോ? 1000 കള്ളം പറഞ്ഞും ഒരു കല്യാണം നടത്തുമെന്ന് പഴമക്കാർ പറയാറുണ്ടല്ലോ. അതുപോലെയല്ലേ ചേച്ചി ചെയ്തത്? മനുവേട്ടൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയല്ലേ, അല്ലാതെ പ്രതികാരത്തിന് വേണ്ടി അങ്ങനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനൊന്നല്ലല്ലോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. നീ എന്തായാലും ചെല്ലാൻ നോക്ക്. എനിക്ക് തീരെ വയ്യ, ഞാൻ ഉറങ്ങട്ടെ. വേണ്ട, ഞാൻ ഇന്ന് ചേച്ചിയുടെ കൂടെ ഇവിടെയാണ് കിടക്കാൻ പോകുന്നത്. അത് കേട്ടതും ഇരുവരും ഞെട്ടി. അയ്യോ, അത് വേടിക്കൂ, നീ പോയി നേരെ പുറകെ കിടന്നോ. അത് ശരിയാവില്ല ചേച്ചി, മുത്തശ്ശന എന്നോട് ഇന്ന് ഇവിടെ കിടന്നാൽ മതിയെന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്നോളാം. അതും പറഞ്ഞ് അവൾ കട്ടിലിൽ കയറി കിടന്നു. ഈശ്വരാ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവൾ കട്ടിലിൻ്റെ അടിയിലേക്ക് നോക്കി. അവൻ എന്തൊക്കെയോ ഗോഷ്ടി കാണിക്കുന്നുണ്ടായിരുന്നു. ചേച്ചി കിടക്കുന്നില്ലേ? ആ, അതും പറഞ്ഞ് അവൾ കട്ടിലിൽ കയറി കിടന്നു. ഗീതു ലൈറ്റ് അണിച്ചു. ഈശ്വരാ, ഇനി എന്താണാവോ ചെയ്യുക? ഒരു വഴി കാണിച്ചു തരണേ. പ്രിയയും മനുവും ഒരുപോലെ പറഞ്ഞു. തുടരും.